നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവിടെ പോയി വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഒട്ടും വൈകിക്കാതെ തന്നെ. എല്ലാം മറന്ന് ഞാനിതാ നിന്റെ അടുത്തേക്ക് വരുന്നു. ഈ വേർപിരിയൽ എനിക്ക് താങ്ങാനാകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും യാതൊരു തരത്തിലുള്ള സംഭാഷണവും നടക്കുന്നില്ല, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വായന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് വളരെയധികം കാലചക്രം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനുകൂലതയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഊർജമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുക തന്നെയായിരുന്നു. നിങ്ങൾ ഓരോ കാര്യവും വളരെയധികം നിരീക്ഷിച്ചുകൊണ്ട് അത് ശരിയാക്കാൻ നിൽക്കുമ്പോൾ പോലും അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രണയബന്ധത്തിൽ സൃഷ്ടിക്കാനായില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചു കാലത്തെ പ്രയത്നത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ചു കാലത്തെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അതിനനുസരിച്ചിട്ടുള്ള പ്രയത്നങ്ങൾക്ക് ശേഷം നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ബ്രേക്ക് ഇട്ടു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും മാറി നിന്നിട്ടുണ്ടാകാം. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ വ്യക്തിയാണെങ്കിൽ പോലും ഇതിനി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്ത വന്നിട്ട് നിങ്ങളിൽ നിന്നും വളരെയധികം മാറി നിന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റുമില്ല. സംസാരിക്കാൻ ആരുടെയും മനസ്സ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും ജീവിതം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പക്ഷെ എപ്പോഴാണോ നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ പിന്നാലെ പോകുന്നത് നിർത്തിവെച്ചത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു പ്രണയം ആകർഷിച്ചു വരുന്നതായിട്ടാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പ്രപഞ്ച ശക്തികൾ നിങ്ങളെ പല രീതിയിലും ഈ പ്രണയബന്ധത്തിൽ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് കാലചക്രം അനുകൂലമാവുക എന്നുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും കൂടുതൽ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും അകലത്തിലായിരുന്ന രണ്ട് ധ്രുവങ്ങളിൽ നിന്നിരുന്ന നിങ്ങളെ രണ്ടുപേരെയും വളരെയധികം അടുപ്പിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്നു. ഇത് തീർത്തും നിങ്ങൾ രണ്ടുപേരെയും വളരെയധികം ആശ്ചര്യപ്പെടുത്തിയേക്കാം, അത്ഭുതപ്പെടുത്തിയേക്കാം. കാരണം അത്തരം അനുകൂലമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയേക്കാം, അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തിയെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നോ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാനോ അതിനുള്ള ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലും ആരുമായിട്ടും ഒരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്ത് വളരെയധികം വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വകാര്യതയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജോലി, പഠിത്തം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും, ആരെല്ലാം കൂടെ ഉണ്ടെങ്കിലും മനസ്സിലെ ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അത് നമുക്കിവിടെ തിരിച്ചറിയാനാകുന്നുണ്ട്. ഇത് തീർത്തും ഒരു ന്യായമായ കാര്യമാണോ എന്ന് ഈ വ്യക്തിയോട് തന്നെ ഈ വ്യക്തി ചോദിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ ഒറ്റപ്പെടുന്നത്, ഏകാന്തമായി ഇരിക്കുന്നത്? മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല?
ഇത്തരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുത്തരമായി ലഭിക്കുന്നത് നിങ്ങളുടെ മുഖം തന്നെയാണ്. യാതൊരു തരത്തിലുമുള്ള അനുവാദമില്ലാതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുഖം അത് നിങ്ങളുടേത് തന്നെയാണ്. ഈ മുഖം വരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങൾ ഓരോ നിമിഷവും ഈ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലോചിക്കാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ തീർത്തും ഈ വ്യക്തിയെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത തന്നെയാണ്. ആ ഒരു തീവ്രത അല്ലെങ്കിൽ അതിന്റെ മുൻപിൽ ഈ വ്യക്തിക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാനാകില്ല അല്ലെങ്കിൽ ആകുന്നില്ല എന്നുള്ളത് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് തന്നെ നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു താല്പര്യവും സ്നേഹവും ആകർഷണവും ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു കെടാവിളക്കായി നിൽക്കുന്നു. അത് തികച്ചും നിങ്ങളുടെ വിജയം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പൊതുവെ സ്വഭാവമോ സംസാര ശൈലിയോ അങ്ങനെ ആയിരിക്കാം. മറ്റുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരികയും അവർ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക തരം എനർജി നിങ്ങൾക്കുണ്ട്. അത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പണ്ട് കാലം തൊട്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയോ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ടാകണം. അപ്പൊ നിങ്ങളുടെ ഊർജം വളരെയധികം അട്രാക്റ്റീവ് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് പവർ ആയിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പൊസസീവ് ചിന്താഗതികൾ നിങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഒരുപാട് പേരായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ പോകുന്നുണ്ട്, ഒരുപാട് ആഘോഷങ്ങളിൽ പോകുന്നുണ്ട്, ഒരുപാട് വ്യക്തികളായി സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പൊസസീവ് ചിന്താഗതികൾ നിങ്ങളോട് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു പ്രണയം ശരിയാവുകയും അല്ലെങ്കിൽ മറ്റു വ്യക്തിയുമായിട്ട് നിങ്ങൾ പ്രണയബന്ധത്തിലായിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ പല സമയത്ത് നിങ്ങളോടൊരു ദേഷ്യവും അസൂയയും വരുന്നതായിട്ട് കാണപ്പെടുന്നു. പക്ഷേ ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മിണ്ടാട്ടം നിർത്തിപ്പോയ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല. ആരുടെ ഭാഗത്താണ് തെറ്റുകൾ ഉണ്ടായത് അല്ലെങ്കിൽ ആര് മൂലമാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകൾ പലതും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വന്തം തെറ്റുകളാണെന്ന് സ്വീകരിക്കാനും വിലയിരുത്താനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ വാശി വിജയിക്കുകയും വേണം, എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരികയും വേണം. ഇതാണ് ഈ വ്യക്തിയുടെ നിങ്ങളെ മറക്കാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ പിടിവാശികൾ. പക്ഷെ തീർത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നതായിട്ട് കാണിക്കുന്നു. തീർത്തും ഈ വ്യക്തിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ ആകണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സോൾമേറ്റ് പവറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതകാലം മുഴുവനും ഈ വ്യക്തിയുടെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒന്നിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അത് എത്രത്തോളം നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും. വിവാഹത്തിലേക്കാണെങ്കിൽ അത്തരം എനർജിയിലോട്ടൊക്കെ പോവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ശാന്ത സ്വഭാവവും ക്ഷമയും വളരെയധികം വികാരപരമായിട്ട് നിൽക്കുന്ന വ്യക്തികളും ആയതുകൊണ്ടായിരിക്കണം, മനഃശുദ്ധിയുള്ളവരും ക്ഷമാശീലമുള്ളവരും കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുമുള്ള പക്വതയും ഒക്കെയും നിങ്ങളുടെ വളരെയധികം പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം വ്യക്തികളെ തീർച്ചയായിട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വിജയമുണ്ടാകും, സന്തോഷമുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതും വെട്ടിത്തിരുത്തേണ്ടതുമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വളരെയധികം ശുഭവാർത്തകൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ
വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു. ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും നിങ്ങളോടുള്ള ഈ ഒരു ആകർഷണവും സ്നേഹവും ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ആർക്കും പിടിച്ചെടുക്കാനാവില്ല. അത് നമുക്കിവിടെ തീർത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും വളരെയധികം മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അത്രയും അറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനോഭാവമാണെങ്കിലും ഇതിലാരാണോ പ്രശ്നമുണ്ടാക്കിയത് അവർ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തട്ടെ, അവർ തന്നെ പരിഹരിച്ചോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളുടെയും ഇരുത്തവും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയുമൊക്കെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.